ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ഒരല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യമാണ്. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായ ചിന്തയിൽ അവൻ ഇടപെടുകയും തൻ്റെ ജീവിതത്തെ ഗൗരവപൂർണമായി കാണുകയും ചെയ്യുന്ന ഒരു സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുവാനോ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുവാനോ ഒന്നും സമയമില്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. സ്വന്തമായ ചിന്തകൾ, സ്വയത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുകയും സ്വന്തമായുള്ളതിനെ മാത്രം വളർത്തിയെടുക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. അവൻ്റെ മനുഷ്യ ആയുസ്സിനെക്കുറിച്ച് അവൻ ചിന്തിക്കുമ്പോൾ 80-90 വർഷം വരെ ജീവിച്ചിരിക്കാമെന്നുള്ള വലിയ സന്തോഷകരമായ ചിന്ത അവനുണ്ട്. പക്ഷേ അത് എത്രയോ കുറവാണ് എന്നുള്ളത് മനുഷ്യ ആയുസ് ദിവസക്കണക്കിലേക്ക് മാറ്റുമ്പോഴാണ് നാം അറിയുന്നത്. കേവലം 30,000-ൽ താഴെ ദിവസം മാത്രമാണ് ശരാശരി ഒരു മനുഷ്യൻ്റെ ആയുസ് അവന് ലഭിക്കുന്നത്. പക്ഷേ ആ ദിവസങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ കാണിക്കുന്ന പരാക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ വ്യർത്ഥതയോ ലഘുവായ ഒരു കാലഘട്ടത്തിലേക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കുവാനും ഇവിടെ നിന്ന് മറഞ്ഞു പോയ ഒരാവിയായി വിസ്മൃതിയിലേക്ക് ലയിക്കുമ്പോൾ അവനിവിടെ പലതും അവശേഷിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്ന പരാക്രമങ്ങളെക്കുറിച്ചും നാം തിരിച്ചറിയുന്നത്. എത്ര കഷ്ടമാണ് അവൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവിതം നിലനിർത്തുവാനും ശാശ്വതമാണ് എന്ന് കരുതി ആ ജീവിതത്തെ കരുപിടിപ്പിക്കുവാനും അവൻ നടത്തുന്ന ശ്രമം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കുവാൻ തീരുമാനിക്കുന്ന സമയം, അവർ ഒരുമിച്ച് ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുവാൻ സമയം മുതൽ ജീവൻ്റെ കണികകൾ തമ്മിലുള്ള ഓട്ടത്തെക്കുറിച്ച് ജീവശാസ്ത്രം പറയുന്നത് ഇങ്ങനെയാണ്: ലക്ഷോപലക്ഷം കണികകളാണ് മനുഷ്യജീവനായി രൂപപ്പെടുവാൻ വേണ്ടി പുരുഷൻ്റെ ഭാഗത്തു നിന്ന് ഇറങ്ങി പുറപ്പെടുന്നത്. അതിൽ ഒരു കണിക മാത്രമാണ് ജീവനായി രൂപപ്പെടുന്നത്. അവിടെ മുതൽ അവന് മത്സരത്തിൻ്റേതായ ഒരു ഓട്ടമാണ്. ആ മത്സരം ജീവിതാന്ത്യത്തോളം കൊണ്ടുനടക്കുകയും ജീവിതാന്ത്യം കഴിഞ്ഞതിന് ശേഷവും ആ മത്സരം അടുത്ത തലമുറയിലേക്ക് കൈമാറി കൊടുക്കുകയും ചെയ്തിട്ടാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിസ്മൃതിയിലേക്ക് പോകുന്നത്. ഒരു വലിയ ചിന്ത, നമ്മുടെ ജീവിതം ശാശ്വതമാണ് എന്ന ചിന്തയോടെ മുന്നോട്ട് പോകുമ്പോൾ അത് കേവലമായ താൽക്കാലികമായ ഒരു ജീവിതമായി തീരുകയും അത് സമൂഹത്തിന് പ്രയോജനകരമായി തീർക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പ്രയോജനകരമാക്കുകയും അതുമല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് വിസ്മൃതിയിലേക്ക് പോയി ഒന്നുമില്ലായ്മയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു പ്രസിദ്ധമായ കഥയുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കാലികളെക്കുറിച്ചാണത്. ഒരു വലിയ സമൂഹം കാലികൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് അതിനെ നയിക്കുന്നവരുടെ അകമ്പടിയോടുകൂടി കടന്നു പോരുകയാണ്. പിന്നിലായി നിന്നിരുന്ന ഒരു കാളക്കുട്ടൻ, അവൻ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കടന്നു ചെല്ലണം എന്ന് ആഗ്രഹിച്ച് ഈ യാത്രയിലുടനീളം മുന്നോട്ട് നീങ്ങുകയാണ്. ഓരോ സമയത്തും തൻ്റെ അടുക്കൽ വരുന്ന കാലികളെ, തൻ്റെ സഹോദരങ്ങളെ കുത്തിമുറിവേൽപ്പിക്കുവാനോ അവരെ പരാജയപ്പെടുത്തുവാനോ ഉള്ള അവൻ്റെ തീവ്രമായ ശ്രമം പല സാഹചര്യങ്ങളിലും മറ്റുള്ളവർക്ക് വിനയായിത്തീരുന്നുണ്ട്. അവൻ്റെ കൊമ്പിൻ്റെ കൊത്തേൽക്കാത്ത കാലികളുടെ എണ്ണം ആ സമൂഹത്തിൽ വളരെ കുറവായിരുന്നു. ഓരോ ഘട്ടം പിന്നിടുമ്പോഴും അവൻ ഗർവോടുകൂടി പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവിടെയെല്ലാം അവൻ്റെ വലിയ ചിന്ത ഒരു സമൂഹത്തിൻ്റെ ഒരു വലിയ വിഭാഗത്തെ തോൽപ്പിച്ച് തൻ്റെ യാത്ര മുന്നേറുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഘട്ടം ഘട്ടമായി അവൻ മുന്നേറി ഏറ്റവും ഒടുവിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന സമയമായപ്പോഴേക്കും അവൻ ഈ കൂടെ വരുന്ന സമൂഹത്തിൻ്റെ ഏറ്റവും മുന്നിൽ കടന്നു വരുന്നുണ്ട്. അവൻ ഏറ്റവും മുന്നിൽ വന്നിട്ട് അതിശക്തമായ ഗർവോടെ തൻ്റെ സമൂഹത്തെ മുഴുവൻ വിജയിച്ചു എന്ന ഗർവോടെ അവൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി അഹങ്കാരത്തോടെ ചിന്തിക്കുന്നുണ്ട്. ഈ സമൂഹത്തെ മുഴുവൻ തോൽപ്പിച്ചിട്ട് ഈ വരുന്ന കൂട്ടത്തിൻ്റെ ഏറ്റവും നേതാവായി താൻ ആയിത്തീർന്നിരിക്കുന്നു. ആ ചിന്തയോടുകൂടി അവൻ വീണ്ടും മുന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് വലിയ അപകടം പതിയിരിക്കുന്നത് അവൻ മനസ്സിലാക്കുന്നത്. തന്നെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് എന്തിനാണോ ആ കശാപ്പുകാരൻ്റെ വാളിൻ്റെ മുന്നിലേക്കാണ് അവൻ തലയുയർത്തിക്കൊണ്ട് കടന്നു ചെല്ലുന്നത്. നിമിഷങ്ങൾക്കകം അവൻ്റെ തലയും ഉടലും രണ്ടായി വേർപ്പെടുന്ന കഥ അവിടെ അവസാനിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
സാധാരണയായി ഇതുപോലുള്ള പ്രയോജനരഹിതമായ യാത്രകളാണ് നമ്മൾ നടത്തുന്നത്. കുടുംബത്തിലെ ഓരോ ഘട്ടങ്ങൾ നാം പിന്നിടുമ്പോഴും നാം ചിന്തിക്കുന്നുണ്ട്, തൻ്റെ ജീവിതം എന്തിനാ ഉദ്ദേശിച്ചിരിക്കുന്നുവോ അതിൽ വിജയത്തിലേക്ക് താൻ നടന്നെടുക്കുന്നു. തൻ്റെ കുടുംബത്തെ രൂപപ്പെടുത്തുവാൻ എനിക്ക് പൂർണ്ണമായും സാധിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് മാത്രമെന്ന് താൻ കരുതുന്നവരെ വളർത്തിയെടുക്കുവാൻ താൻ നടത്തുന്ന പ്രയത്നങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അവിടെയെല്ലാം അവൻ്റെ ചിന്ത അർത്ഥശൂന്യമാകുന്നത് കുറേ കഴിയുമ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത്. കാര്യഗൗരവമുള്ള ഒരു ചിന്തയില്ലാതെയാണ് പലപ്പോഴും മനുഷ്യൻ തൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മത്സരബുദ്ധി എവിടെ തുടങ്ങുന്നതോ ആ മത്സരബുദ്ധി തൻ്റെ ജീവിതകാലം മുഴുവൻ നിലനിർത്തുവാനും വിജയിക്കണമെന്നുള്ള മാത്രം ചിന്തയുമായി അവൻ മുന്നേറുവാനും ശ്രമിക്കുമ്പോൾ പലപ്പോഴും അപകടങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു എന്നുള്ളതും നാം തിരിച്ചറിയുന്നുണ്ട്. കുടുംബത്തിൻ്റെ കാര്യത്തിലാണ് നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഭവനത്തിൽ തുടങ്ങുന്നു ഒരു മനുഷ്യനെ അവൻ്റെ മത്സരബോധ്യം വളർത്തിയെടുക്കൽ. കുറേ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള കുഞ്ഞിനെ മാത്രം മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും അവനെ ഏറ്റവും നല്ലവനാണ് എന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു തരത്തിൽ ഒരല്പം കുറവുള്ളവനായി കാണുന്ന കുഞ്ഞുങ്ങളെ പലപ്പോഴും കളിയാക്കുവാനും അവനെ സമൂഹത്തിൽ നിന്ന്, ആ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനുമുള്ള ശ്രമമൊക്കെ പലപ്പോഴും നടത്തുന്നുണ്ട്. അവിടെയെല്ലാം നാം തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അനാവശ്യമായ മത്സരചിന്ത അവൻ്റെ മനസ്സിലേക്ക് കൊടുത്ത് ജീവിതത്തിൽ നിന്ന് അവനെ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമമാണ് മാതാപിതാക്കൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ വീഴ്ചകളുള്ളവരെ പിന്നോട്ട് മാറ്റി വിടുകയല്ല, അതിനപ്പുറമായി അവരെ കൂടി ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ, മറ്റു കുഞ്ഞുങ്ങളുടെ ഒപ്പം വളർത്തിയെടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. അവിടെ മാതാപിതാക്കൾക്ക് പരാജയം സംഭവിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കർത്താവ് കാണാതെ പോയ ഒരു കുഞ്ഞാടിനെയാണ് അന്വേഷിച്ച് പുറപ്പെട്ടത്. അവൻ ബലഹീനനായിരുന്നു, അവൻ്റെ കാലുകൾക്ക് ബലമുണ്ടായിരുന്നില്ല, അവൻ ഏതെങ്കിലും ഒരു തരത്തിൽ മറ്റുള്ളവരുടെ ഒപ്പം എത്തുവാനുള്ള ശേഷിയുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളവനെ പ്രത്യേകം തിരഞ്ഞു പോയവൻ്റെ ആ മാതൃക നമ്മുടെ മുന്നിലുള്ളപ്പോൾ അങ്ങനെയുള്ളവരെ മുഴുവൻ വകഞ്ഞു മാറ്റിയിട്ട് അവരെയെല്ലാം പിന്നോട്ട് തള്ളിയിട്ട് ഏറ്റവും മിടുക്കനായവനെ മാത്രം, 100 ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ കടന്നു വരുന്നുണ്ട്. അവിടെ നാം തിരിച്ചറിയേണ്ടത്, കർത്താവ് കാണിച്ചു തന്ന മാർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും ബലഹീനരായവരെയും കഴിവില്ലാത്തവരെയും ശോഷിക്കുന്നവരെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘടകം സ്കൂൾ ജീവിതമാണ്. അവിടെ പലപ്പോഴും അധ്യാപകരുടെ പ്രശംസയ്ക്ക് പാത്രമാകുന്നത് ഏറ്റവും മുന്നിൽ പഠിക്കുകയും ഏറ്റവും നന്നായി പെർഫോം ചെയ്യുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. അവിടെയും കുഞ്ഞുങ്ങളെ താരതമ്യം ചെയ്യാനുള്ള ഒരു ശ്രമം പലപ്പോഴും നടക്കുന്നുണ്ട്. ഇന്ന് എല്ലാ മേഖലകളിലും മത്സരങ്ങൾ കൂടുതലായി വർദ്ധിപ്പിക്കുകയും മത്സരങ്ങളുടെ പിന്തുണയോടുകൂടി കുഞ്ഞുങ്ങളെ ഏറ്റവും മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സമീപനം പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നതും ഇതുതന്നെയാണ്. അവിടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അവരറിയാതെ തന്നെ ഒരു മത്സരബുദ്ധി രൂപപ്പെടുത്തുകയും തൻ്റെ പ്രിയപ്പെട്ടവരോട് മത്സരിക്കുവാനുള്ളതാണ് ജീവിതമെന്ന തെറ്റായ ഒരു ധാരണ അവരിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയും കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. കുഞ്ഞുങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് അകലുവാനും അവരുമായി മത്സരിക്കുവാനും അവരെ ഏതെങ്കിലും ഒരു തരത്തിൽ പരാജയപ്പെടുത്തുവാനുമുള്ള ചിന്ത മനസ്സിലേക്ക് രൂപപ്പെട്ടു വരുന്നു. അതുതന്നെയാണ് വലിയ കലഹങ്ങളിലേക്ക് മാറുന്നത് എന്നുള്ളതും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അവിടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോൾ സ്വാഭാവികമായും അവരെല്ലാവരും ഒരുമിച്ച് വളരണമെന്ന ചിന്തയും, ഒരുമിച്ച് ഒരു സമൂഹത്തിൽ വളരുമ്പോൾ പരസ്പരം കൊണ്ടും കൊടുത്തും വളർന്നു വരേണ്ട ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി മാറണമെന്നുള്ള വലിയ അറിവാണ് അവർക്ക് നൽകേണ്ടത്. മൂന്നാമതൊന്ന് സമൂഹമാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പ്രതിസന്ധികളുടേതായ ഒരു കാലഘട്ടമാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ സാമ്പത്തികമായോ മറ്റ് ഏതെങ്കിലുമൊക്കെ തലത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ മാത്രം സമൂഹം അംഗീകരിക്കുകയും അവരെ നേതൃസ്ഥാനത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന സാഹചര്യം ഇന്ന് സംജാതമായിട്ടുണ്ട്. അവിടെ നാം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സമൂഹത്തിലായാലും മറ്റ് ഏത് മേഖലകളിലായാലും ഒരുമിച്ച് നിൽക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും സഹവർത്തിത്വത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നുള്ള ചിന്തയാണ്. സാമൂഹ്യമായ മുന്നേറ്റത്തിന് ഒരു സമൂഹത്തെ നാം വളർത്തിയെടുക്കുമ്പോൾ അത് കാലോചിതമായി ഒരുമിച്ച് നിൽക്കുവാനും ഒരുമിച്ച് വളരുവാനുമുള്ള ചിന്തയാണ് അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ചിന്താമണ്ഡലത്തിലേക്ക് കടത്തിവിടേണ്ടത് എന്നുള്ളത് നാം തിരിച്ചറിയണം. മുൻകാലത്തെ വീടുകളെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രകടമായ മാറ്റം, കഴിഞ്ഞ തലമുറയിൽ ഒരു കുടുംബത്തിൽ തന്നെ 10-12 കുഞ്ഞുങ്ങളുണ്ടായിരുന്ന സാഹചര്യങ്ങളാണ്. ഇന്നത്തെ തലമുറയിലാകട്ടെ ആ 10-12 കുഞ്ഞുങ്ങളുണ്ടായിരുന്നിടത്ത് നിന്ന് 2-3 കുഞ്ഞുങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. പല കുടുംബങ്ങളിലും ഒരാൾ മാത്രമായിരിക്കുന്ന സാഹചര്യമുണ്ട്. അന്ന്
10 12 കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ മാതാപിതാക്കൾ കഷ്ടപ്പെടുമ്പോൾ അവിടെ ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ വളരെ ലഘുവായ പ്രയത്നമായിരുന്നു അന്ന് മാതാപിതാക്കൾ പലപ്പോഴും അനുഭവിച്ചിരുന്നത്. 1 2 കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തതിന് ശേഷം താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം ആ കുടുംബത്തിലെ മൂത്ത കുഞ്ഞുങ്ങൾക്കായിരുന്നു. മാതാവോ പിതാവോ സംഭരിച്ചു കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങൾ അത് വെച്ച് കാലമാക്കിയതിന് ശേഷം മൂത്ത കുഞ്ഞിനെ ഏൽപ്പിച്ചാൽ അവളോ അവനോ തൻ്റെ താഴെയുള്ളവർക്കെല്ലാം കൃത്യമായി വീതിക്കുകയും അവനും ആവശ്യത്തിന് ഭക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അന്ന് 1 2 കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ള വിഭവം കൊണ്ട് 10 12 പേരെ തൃപ്തിപ്പെടുത്തുവാൻ കുടുംബങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ഇന്ന് നേരെ തിരിച്ച് അവസ്ഥ വന്നിരിക്കുന്നു. 10 12 കുഞ്ഞുങ്ങൾക്കുള്ളത് കുടുംബത്തിലുണ്ടാകുകയും അത് 1 2 കുഞ്ഞുങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അവിടെ 1 2 കുഞ്ഞുങ്ങൾ 10 12 പേരുടെ വിഭവം മുഴുവൻ സ്വീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ അവർക്ക് അധികമായി വരുന്നതിനെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ വരുന്നു. ബുദ്ധിമുട്ടുകളെക്കുറിച്ചും സങ്കടങ്ങളെക്കുറിച്ചും സഹനത്തെക്കുറിച്ചും അവർക്ക് ചിന്തയൊന്നും ഇല്ലാതിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. മാതാവും പിതാവും തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമായി ക്രിസ്തീയ അടിസ്ഥാനത്തിൽ പരസ്പരമുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ കുടുംബം രൂപപ്പെടുത്തുന്ന സാഹചര്യമാണ് മുൻപ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൻ്റെ വലിയ മാറ്റങ്ങൾ കൊണ്ട് മാതാവും പിതാവും തമ്മിലുള്ള ബന്ധം പലപ്പോഴും ശിഥിലമാകുന്നുണ്ട്. അത് കുഞ്ഞുങ്ങളെ സാരമായി ബാധിക്കുന്നുമുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയുന്നുണ്ട്. ശിംശോൻ്റെ അമ്മയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, വീഞ്ഞും മദ്യവും നീ കുടിക്കുവാൻ പാടില്ല. തൻ്റെ കുഞ്ഞിനെ വളർത്തിയെടുക്കുമ്പോൾ അവൻ യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനായി, യഹോവയുടെ സന്നിധിയിൽ നീതിമാനായി വളരുവാൻ, യഹോവയ്ക്ക് അനുരൂപനായി വളരുവാൻ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ അവൻ്റെ അമ്മയുടെ അടുക്കൽ പറയുന്നത് നീ വീഞ്ഞും മദ്യവും കഴിക്കരുത് എന്നുള്ളതാണ്. അവിടെ പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുക്കുവാനും പുതിയ തലമുറയെ വളർത്തിയെടുക്കുവാനുമുള്ള അവകാശം മാതാപിതാക്കൾക്ക് നൽകുമ്പോൾ അതിനുള്ള വലിയ കണ്ടീഷനുകൾ യഹോവയായ ദൈവം കൽപ്പിക്കുന്നുണ്ട്. അവിടെ അത് മനസ്സിലാക്കാതെയാണ് മാതാപിതാക്കൾ മുന്നോട്ട് പോകുന്നത്. വീഞ്ഞും മദ്യവും കുടിക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള വീഴ്ചകൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കണം എന്നുള്ള ചിന്തയായി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാതാവും പിതാവും തമ്മിലുള്ള ബന്ധം നിർമ്മലമായിരിക്കണം. അവിടെ പരസ്പരം അംഗീകരിക്കുകയും പരസ്പരം സ്വീകരിക്കുകയും പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമാകുമ്പോഴാണ് തൻ്റെ കുഞ്ഞുങ്ങൾ അതേ വഴിക്ക് വളരുവാനുള്ള സാധ്യതയുണ്ടാകുന്നത്. മക്കളെ ഒരുക്കുന്ന കാര്യത്തിൽ വളരെ ഗൗരവകരമായ ഒരു ചിന്തയാണ്, വളരെ ഗൗരവതരമായ ഉത്തരവാദിത്തമാണ് മാതാപിതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. അമ്മയുടെ കണ്ണുനീർ ഉച്ചിയിൽ വീണ് വളരുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായും സമൂഹത്തിൻ്റെ മുന്നിൽ, കുടുംബങ്ങളുടെ മുന്നിൽ വളർന്നു വരികയും അവർ ഉത്തമ പൗരന്മാരായി തീരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയുന്നുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യവും അമ്മയുടെ പ്രാർത്ഥന, പിതാവിൻ്റെ പ്രാർത്ഥന, ഇതെല്ലാം അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെ ഗൗരവകരമായ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ തൻ്റെ മക്കളെ സംരക്ഷിക്കുവാനോ തൻ്റെ മക്കളെ തിരിച്ചറിയുവാനോ അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞ് അവരോടൊപ്പം ചിലവഴിക്കാനോ കഴിയില്ലാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു സ്കൂളിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ പിതാവിനെ ആ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക വിളിച്ചു വരുത്തുകയാണ്. വളരെ തിരക്കുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. തൻ്റെ തിരക്കുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ പ്രധാന അധ്യാപികയുടെ പ്രത്യേകമായൊരു നിർദ്ദേശമനുസരിച്ചാണ് സ്കൂളിലെത്തുന്നത്. എന്തോ വലിയ സംഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ചിന്തയോടെയാണ് ഈ പിതാവ് സ്കൂളിലേക്ക് എത്തുന്നത്. ഈ പിതാവ് പ്രധാന അധ്യാപികയെ കാണുമ്പോൾ തൻ്റെ കുഞ്ഞ് വരച്ച ഒരു ചിത്രമെടുത്ത് ഈ മനുഷ്യൻ്റെ കയ്യിലേക്ക് ഈ പ്രധാന അധ്യാപിക കൊടുക്കുകയാണ്. ആ മനുഷ്യൻ പലവട്ടം ആ ചിത്രത്തിലേക്ക് നോക്കി. അദ്ദേഹത്തിന് വലിയ ഗൗരവകരമായ ഒരു പ്രശ്നമൊന്നും അതിൽ കാണുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഈ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എന്നെ ഇത്രമാത്രം ദൂരെ നിന്ന് വിളിച്ചു വരുത്തിയത് എൻ്റെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഇവിടേക്ക് തിരിച്ചു വന്നത് ഈ ഒരു പടം കാണിക്കുവാനാണോ? അധ്യാപിക പറഞ്ഞു, നിങ്ങൾ അതിലൊന്ന് പ്രത്യേകമായി സൂക്ഷിച്ചു നോക്കണം. അതിലുള്ള ആളുകളുടെ ചിത്രം ഏതൊക്കെയാണ്? ആ മനുഷ്യൻ ശ്രദ്ധിച്ചു നോക്കി. തൻ്റെ ഭാര്യയുടെ ചിത്രം അതിലുണ്ട്, ഈ കുഞ്ഞിൻ്റെ സഹോദരങ്ങളുടെ ചിത്രമുണ്ട്, ഈ കുഞ്ഞിൻ്റെ തന്നെ ചിത്രമുണ്ട്, ആ വീട്ടിലുള്ള പട്ടിക്കുഞ്ഞിൻ്റെയും പൂച്ചയുടെയും ചിത്രവും അതിലുണ്ട്. പക്ഷേ തൻ്റെ ചിത്രം മാത്രം അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. പ്രധാനാധ്യാപിക ഈ മനുഷ്യനോട് പറയുന്നുണ്ട്, അങ്ങയുടെ ചിത്രം അതിലെവിടെയാണ്? അങ്ങയുടെ സ്ഥാനം എന്താണ് എന്ന് അങ്ങ് തിരിച്ചറിയണം. അങ്ങയുടെ കുഞ്ഞിൻ്റെ മനസ്സിൽ അങ്ങയുടെ ഒരു സ്ഥാനം ഇല്ല എന്നുള്ളത് വളരെ ഗൗരവമർഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ മനുഷ്യൻ തിരിച്ചറിയുന്നത് അവിടെയാണ്. തൻ്റെ കുഞ്ഞിൻ്റെ മുന്നിൽ
താൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലാതായിരിക്കുന്നു. തൻ്റെ സാന്നിധ്യം അവൻ്റെ ജീവിതത്തിൽ ഇല്ലാതായിരിക്കുന്നു. അയാൾ തിരിച്ചറിയുന്നത് തന്നിൽ നിന്ന് എത്രയോ അകന്നു പോയിരിക്കുന്നു തൻ്റെ കുഞ്ഞ് എന്നാണ്. തൻ്റെ സാന്നിധ്യമില്ലാതെ താൻ എന്ന ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ അവൻ വളരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന അപകടം അയാൾ അവിടെ തിരിച്ചറിയുകയാണ്. അയാൾ തൻ്റെ വലിയ ഗൗരവതരമായ ഉത്തരവാദിത്തങ്ങൾ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കുറേയേറെ അയവ് വരുത്തി തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുവാനും ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തൻ്റെ കുഞ്ഞിനെ വളർത്തുവാനുമുള്ള സാഹചര്യം ഒരുക്കി എന്നാണ് അതിനുശേഷം പറയുന്നത്. ഇവിടെയെല്ലാം നാം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അമ്മയുടെയും അച്ഛൻ്റെയും പ്രാർത്ഥന അവരുടെ കൂടെ ഉണ്ടാകണം. അമ്മയുടെ കണ്ണുനീർ അവൻ്റെ ഉച്ചിയിൽ വീഴുമ്പോൾ, അമ്മ ഉണർന്നെഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായും ആ പ്രാർത്ഥനയുടെ ശക്തിയും ആ മാതൃകയും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അമ്മയുടെ മാറിൽ നിന്ന് അവൻ മുലപ്പാൽ കുടിക്കുമ്പോൾ അമ്മയുടെ മാറിൻ്റെ മിടിപ്പ് അവൻ അറിയുമ്പോൾ അത് തനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതാണ്, തൻ്റെ മാതാപിതാക്കളുടെ സ്ഥാനം എന്താണെന്നെല്ലാം തിരിച്ചറിയുവാനുള്ള അവകാശവും സാഹചര്യവുമാണ് അവന് ലഭ്യമാക്കുന്നത്. ഇതൊന്നും കഴിയാതെ കുഞ്ഞുങ്ങളെ തന്നിൽ നിന്ന് വേർപെടുത്തി നിർത്തുകയും മാതാപിതാക്കളിൽ നിന്ന് മാറ്റി നിർത്തുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യം ഇന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? നമുക്കുള്ള ഒരു ചിന്ത അനുഗ്രഹങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാണ്. ജീവിതത്തിൽ ലഭിക്കുന്ന ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും കർത്താവിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്നുള്ള ഒരു ചിന്ത നാം വളർത്തിയെടുക്കേണ്ട കാലമായിരിക്കുന്നു. അവിടെ ഏതെങ്കിലും ഒരു തരത്തിൽ ബുദ്ധിമുട്ടുകളിലേക്ക് കടന്നു വരുമ്പോൾ സന്തോഷത്തോടെ പോലെ തന്നെ അനുഗ്രഹങ്ങൾ പോലെ തന്നെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അവിടെ നിന്ന് ലഭിച്ചതാണ് എന്നും നാം അറിഞ്ഞിരിക്കണം. ഗീതയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇന്നലെ നിനക്ക് ലഭിച്ചിരുന്നത് മറ്റാരുടേതോ ആയിരുന്നു, ഇന്നത് നിനക്കായി മാറ്റിവെച്ചിരിക്കുന്നു, നാളെ അത് മറ്റാരുടേതോ ആയിത്തീരും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പോലും നാം ചിന്തിക്കുമ്പോൾ കർത്താവിൽ നിന്ന് കടം കൊണ്ടതാണെന്നും കർത്താവിലേക്ക് തിരികെ ചെല്ലേണ്ടതാണെന്നും കർത്താവിൻ്റെ വലതുഭാഗത്ത് ദൈവത്തിൻ്റെ രാജ്യത്തിലിരിക്കുമ്പോൾ അത് അവന് തിരിച്ചു കൊടുക്കാനുള്ളതാണെന്നും കർത്താവിൽ ഒന്നായി തീർന്ന് ആനന്ദിച്ച് സന്തോഷത്തോടെ ശാശ്വതമായ ലോകത്ത് വാഴുവാനുള്ളതുമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം, സങ്കടങ്ങളെല്ലാം, ലഘുവായ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളും ലഭിച്ചിരിക്കുന്നത് കർത്താവിൽ നിന്നാണെന്നും അവയെ തരണം ചെയ്യുവാനുള്ള അനുഗ്രഹങ്ങൾ അതോടൊപ്പം കർത്താവ് നൽകുകയും ചെയ്യും എന്നുള്ളതാണ്. പരാജയത്തെയും വിജയത്തെയും നാം വിലയിരുത്തേണ്ടതും അങ്ങനെ തന്നെയാണ്. പരാജയങ്ങളെല്ലാം വിജയത്തിൻ്റെ ഭാഗമാണെന്നും വിജയം മാത്രമല്ല ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാവുന്നതെന്നും നാം അറിയണം. അവിടെ കർത്താവ് പീലാത്തോസിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. വിജയശ്രീലാളിതനായി 3 ദിവസത്തിനപ്പുറം ലോകത്തിൻ്റെ രക്ഷകനായി, ലോകത്തിൻ്റെ രാജാവായി തിരികെ വരുവാനിരിക്കുമ്പോഴും പരാജിതൻ്റെ ഭാവത്തോടെയാണ് കർത്താവ് പീലാത്തോസിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം, സമൂഹം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം, യഹൂദ പ്രമാണികൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ തന്മയത്വത്തോടെ വിജയത്തോടെ മറുപടി പറഞ്ഞവനാണ് കർത്താവ്. പക്ഷേ പീലാത്തോസിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവൻ മൗനമായി നിന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത്. ആ മൗനത പരാജയമായി സ്വയം ഏറ്റുകൊണ്ടാണ് കർത്താവ് അവിടെ നിൽക്കുന്നത്. അവനുമായി വാദിച്ച് ജയിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ താൻ വലിയ ജയത്തിലേക്ക് തിരിച്ചു വരുവാൻ ലഘുവായ ചില പരാജയങ്ങൾ ആവശ്യമാണെന്നും മൗനമായി നിൽക്കേണ്ടത് ആവശ്യമാണെന്നും അത് ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണെന്നുള്ള മാതൃക ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനാണ് കർത്താവ് മൗനമായി പീലാത്തോസിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് പരാജയങ്ങളുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ പരാജയത്തിലേക്ക് പോകുമ്പോൾ, നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് പോകുമ്പോൾ അത് ശാശ്വതമായ അന്ത്യമാണ് എന്ന് കരുതുകയല്ല. അതിനപ്പുറമായി വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് നാം തിരിച്ചറിയണം. വളർത്തിയെടുക്കുന്ന കുഞ്ഞുങ്ങളെ, തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം പരാജയത്തോടൊപ്പം വിജയവും വിജയത്തോടൊപ്പം പരാജയവും രണ്ടും ഒരുപോലെ സ്വീകരിക്കാനുള്ള മനസ്സൊരുക്കുവാൻ കുടുംബജീവിതത്തിന് സാധിക്കണം. മാതാപിതാക്കൾ പ്രത്യേകമായി അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ, എല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.